ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറി കോഴ്സിൻ്റെ ആദ്യത്തെ ക്ലാസ് ആണ്. എംബ്രോയ്ഡറി തുടങ്ങുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് സ്റ്റിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, റണ്ണിങ് സ്റ്റിച്ച്. ആദ്യം നമുക്ക് അതിന് വേണ്ട മെറ്റീരിയൽസ് എന്താണെന്ന് നോക്കാം. ഒരു കോട്ടൺ ക്ലോത്ത്. തുടക്കക്കാർക്ക് പഠിക്കാൻ നല്ലത് കോട്ടൺ ക്ലോത്തിലാണ്. ഇതിന് പോപ്ലിൻ ക്ലോത്ത് എന്ന് പറയും. വൈറ്റ് വേണമെന്ന് നിർബന്ധമില്ല, വേറെ ഏത് കളറാണെങ്കിലും എടുക്കാം. പിന്നെ നമുക്ക് എംബ്രോയ്ഡറി ത്രെഡ് വേണം. ഇതൊരു കോട്ടൺ ത്രെഡാണ്. ഇതിൽ 6 ഇഴകളുണ്ടാവും. അതിൽ നമുക്ക് നമ്മുടെ ഡിസൈൻ അനുസരിച്ച് എത്ര ഇഴ വേണോ അതിനനുസരിച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഒരു നോർമൽ സൂചി, അതിൻ്റെ കുറച്ച് വലിപ്പത്തിൽ വേണം. ആ ഒരു ത്രെഡ് കടന്നു പോകാനുള്ള വലിപ്പമെങ്കിലും വേണം. പിന്നെ വേണ്ടത് ഒരു എംബ്രോയ്ഡറി ഹൂപ്പാണ്. ഇത് 6 ഇഞ്ചിൻ്റെ ഹൂപ്പാണ്. മാർക്കറ്റിൽ 18 ഇഞ്ച് വരെ അവൈലബിൾ ആണ്. പിന്നെ വേണ്ടത് ത്രെഡ് കട്ടർ, കത്രികയായാലും മതി. ആദ്യം നമുക്ക് ഹൂപ്പിൽ തുണി അറ്റാച്ച് ചെയ്യാം. അതിനായി ഹൂപ്പ് എടുക്കുക. ഇതിനെ ഫ്രെയിം എന്നും പറയും കേട്ടോ. നമ്മളിത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങണം. ഇതിൻ്റെ സ്ക്രൂ ടൈറ്റിനും ലൂസിനും ഒക്കെ ആക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. ഈ സ്ക്രൂ ലൂസാക്കി കഴിഞ്ഞാൽ നമുക്കിത് 2 പാർട്ടായിട്ട് കിട്ടുന്നു, ഇന്നർ റിങ്ങും ഔട്ടർ റിങ്ങും. സ്ക്രൂ ഇല്ലാത്ത ഭാഗം ഇന്നർ റിങ്ങാണ്, സ്ക്രൂ ഉള്ള ഭാഗം ഔട്ടർ റിങ്ങും. എന്നിട്ട് ഇന്നർ റിങ് ടേബിളിൽ വെക്കുക. അതിനു മുകളിൽ എംബ്രോയ്ഡറി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്ലോത്ത് വിരിച്ചിടുക. അതിനു മുകളിൽ ഇന്നർ റിങ്ങിനോട് ചേർന്ന് നമ്മൾ ഔട്ടർ റിങ് വെക്കുന്നു. അതിനുശേഷം തുണി ചെറുങ്ങനൊന്ന് വലിച്ചു കൊടുത്തിട്ട് സ്ക്രൂ ടൈറ്റാക്കി കൊടുക്കുന്നു. ശേഷം ഹൂപ്പിൻ്റെ എല്ലാ സൈഡിൽ നിന്നും ക്ലോത്ത് ഇങ്ങനെ വലിച്ച് അത് ടൈറ്റാക്കി കൊടുത്തിട്ട് വീണ്ടും നമ്മൾ സ്ക്രൂ ഒന്നുകൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. ക്ലോത്ത് സ്മൂത്തായി സ്ട്രെച്ച് ആയിട്ടുണ്ടോ എന്നും റിങ്കിൾസ് ഒന്നും ഇല്ലെന്നും നമ്മൾ ഉറപ്പ് വരുത്തണം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇവിടെ ആദ്യം തന്നെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. പെൻസിൽ കൊണ്ടാണ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല. അടുത്ത തവണ മുതൽ പേന കൊണ്ട് വരയ്ക്കാൻ ശ്രമിക്കാം കേട്ടോ. ഇങ്ങനെ ലൈൻ ഡ്രോ ചെയ്താൽ നമുക്ക് സ്റ്റിച്ചിങ് ഈസി ആയിരിക്കും. ആദ്യം തന്നെ ലൈൻ വരച്ചതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നീഡിൽ ക്ലോത്തിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കണം. അതിനുശേഷം കുറച്ച് ഡിസ്റ്റൻസ് വിട്ട് വീണ്ടും നീഡിൽ താഴേക്ക് കുത്തണം. സ്റ്റിച്ചിന് എത്ര ഡിസ്റ്റൻസ് എടുത്തോ ആ ഡിസ്റ്റൻസ് വിട്ടതിന് ശേഷം വീണ്ടും നീഡിൽ താഴെ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കണം. ആദ്യം കൊടുത്ത സ്റ്റിച്ചിൻ്റെ അതേ ഡിസ്റ്റൻസിൽ നീഡിൽ താഴേക്ക് കുത്തിയിറക്കുക. ഇങ്ങനെ ആ ലൈൻ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഈ സ്റ്റിച്ച് ട്രൈ ചെയ്യുമ്പോൾ ഗ്യാപ്പ് ഈക്വൽ ആകാൻ ശ്രദ്ധിക്കണം. ത്രെഡ് വളരെ ടൈറ്റ് ആക്കരുത്, ലൂസായിട്ട് സ്മൂത്തായി കൊണ്ടുപോകണം. അങ്ങനെ ചെയ്താൽ നീറ്റായ ഒരു റിസൾട്ട് കിട്ടും. സ്റ്റിച്ച് കംപ്ലീറ്റ് ആയതിനു ശേഷം ഫ്രെയിം മറിച്ചിട്ട് അതിൻ്റെ മോശം ഭാഗത്ത് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലെയാണ് കെട്ടിടുന്നത്. പല രീതിയിൽ കെട്ടിട്ട് കൊടുക്കാം. കെട്ടിട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് ലൂസായി പോകും. ബാക്കി ബാലൻസുള്ള ത്രെഡ് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിൻ്റെ ചില വേരിയേഷൻസ് നോക്കാം. ഫസ്റ്റ് വേരിയേഷനാണ് ക്ലോസ്ഡ് റണ്ണിങ് സ്റ്റിച്ച്. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് പഠിച്ചില്ലേ, അതുപോലെ വലിപ്പം കുറച്ച് ഗ്യാപ്പും കുറച്ച് കുഞ്ഞു കുഞ്ഞായി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് ക്ലോസ്ഡ് റണ്ണിങ് സ്റ്റിച്ച്. റണ്ണിങ് സ്റ്റിച്ച് പഠിച്ച ഏതൊരാൾക്കും ഈ സ്റ്റിച്ചും ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെയാണെന്ന് നോക്കാം. ഈ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒരു ലൈൻ വരച്ചു കൊടുത്തു. ആ ലൈനിൻ്റെ മേലെ കൂടെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. റണ്ണിങ് സ്റ്റിച്ച് എന്നത് ഒരു ഡാഷ് ലൈൻ പോലെയാണല്ലോ വരുന്നത്. അതിൻ്റെ ഗ്യാപ്പ് വേറൊരു കളർ ത്രെഡ് എടുത്ത് ഫില്ല് ചെയ്ത് വരുന്നതാണ് ഡബിൾ റണ്ണിങ് സ്റ്റിച്ച്. ഇങ്ങനെയല്ലാതെ ആദ്യം ചെയ്ത റണ്ണിങ് സ്റ്റിച്ചില്ലേ, അതേ കളർ ത്രെഡ് ഉപയോഗിച്ച് റിവേഴ്സായി ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊണ്ടുവരുന്നവരുമുണ്ട്. അപ്പോൾ ലൈൻ കുറച്ചുകൂടി ബോൾഡായി കാണിക്കുന്നതാണ്. നെക്സ്റ്റ് വേരിയേഷനാണ് വിപ്പഡ് റണ്ണിങ് സ്റ്റിച്ച്. ഇതും സിമ്പിളാണ്. ഇതിൻ്റെ ബേസും റണ്ണിങ് സ്റ്റിച്ചാണ്. അതിനായിട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്ത് അതിൻ്റെ മേലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം വേറൊരു കളർ ത്രെഡ് എടുക്കുക. ആ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് സൂചി കുത്തിയെടുക്കുക. ഇനി ഓരോ സ്റ്റിച്ചിൻ്റെയും ഉള്ളിലൂടെ ഈ ത്രെഡ് ഉപയോഗിച്ച് നമുക്ക് റാപ്പ് ചെയ്തെടുക്കുക. ഇവിടെ നീഡിൽ ക്ലോത്തിൽ കുത്തേണ്ടതില്ല. സ്റ്റിച്ചിൽ മാത്രം ഇതുപോലെ കയറ്റി ഇറക്കി ചുറ്റിയെടുത്താൽ മതി. ആ ലൈൻ മുഴുവൻ ഒരുപോലെ ചുറ്റിയെടുക്കണം, അൺഈവൻ ആകാൻ പാടില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ഡിസൈനിന് ഒരു ട്വിസ്റ്റഡ് ലുക്ക് തരുന്നു. നെക്സ്റ്റ് വേരിയേഷനാണ് ലേസ്ഡ് റണ്ണിങ് സ്റ്റിച്ച്. ഇത് ചെയ്യുന്നതിനായി ആദ്യം തന്നെ റണ്ണിങ് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം വേറൊരു കളർ ത്രെഡ് എടുക്കുക. റണ്ണിങ് സ്റ്റിച്ചിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് കുറച്ച് താഴെ നിന്ന് ഈ ത്രെഡ് നമ്മൾ കുത്തിയെടുക്കുന്നു.
അതിനുശേഷം ആദ്യത്തെ സ്റ്റിച്ച് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ സൂചി മുകളിലേക്ക് കടത്തിയെടുക്കുന്നു. അതായത് താഴെ നിന്ന് മുകളിലേക്ക് നമ്മൾ സൂചി പാസ് ചെയ്തെടുക്കുന്നു. തുണിയിൽ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്യാപ്പ് ഭാഗത്ത് ത്രെഡ് ലൂസായി വിട്ടതിന് ശേഷം രണ്ടാമത്തെ സ്റ്റിച്ച് ലൂപ്പിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് സൂചി കടത്തിവിടുന്നു. വീണ്ടും ആ ഗ്യാപ്പിൻ്റെ അവിടെ ത്രെഡ് ലൂസായി വിട്ടതിന് ശേഷം മൂന്നാമത്തെ സ്റ്റിച്ച് ലൂപ്പിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് നീഡിൽ പാസ് ചെയ്ത് വിടുന്നു. ഇതുപോലെ ലൈനിൻ്റെ എൻഡ് വരെ ചെയ്യുക. ഇങ്ങനെ ലേസ് പോലെ വീവ് ചെയ്ത് എടുക്കുന്നതാണ് ലേസ്ഡ് റണ്ണിങ് സ്റ്റിച്ച്. ഇവിടെ ത്രെഡ് ടൈറ്റ് ആക്കരുത്, ലൂസായി വേണം വീവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡിസൈൻ സ്ട്രിങ്കായി വരും. നെക്സ്റ്റ് വേരിയേഷനാണ് ഇൻ്റർലേസ്ഡ് റണ്ണിങ് സ്റ്റിച്ച്. ഇതൊരു ഡെക്കറേറ്റീവ് സ്റ്റിച്ചാണ്. ആദ്യം തന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക, അതിനുശേഷം ലേസ്ഡ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ 2 കളർ ത്രെഡ് കൂടാതെ വേറൊരു കളർ ത്രെഡ് കൂടി എടുക്കുക. ഇവിടെ നമ്മൾ ലേസ്ഡ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വീവ് ചെയ്തെടുത്തില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവിടെ നമ്മൾ വീവ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൻ്റെ കുറച്ച് മുകളിൽ നിന്ന് സൂചി കുത്തിയെടുക്കുക. എന്നിട്ട് ആദ്യത്തെ സ്റ്റിച്ച് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ മുകളിൽ നിന്ന് താഴേക്ക് ത്രെഡ് കടത്തിവിടുക. ത്രെഡ് ലൂസാക്കി വിട്ടതിന് ശേഷം രണ്ടാമത്തെ സ്റ്റിച്ച് ലൂപ്പിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് ഈ ത്രെഡ് കടത്തിവിടുക. ശ്രദ്ധിക്കുക, ഇവിടെയും നീഡിൽ തുണിയിൽ കുത്തേണ്ട ആവശ്യമില്ല. അതിനുശേഷം മൂന്നാമത്തെ സ്റ്റിച്ച് ലൂപ്പിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ത്രെഡ് കടത്തിവിടുക. ഇങ്ങനെ അവസാനം വരെ ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്രൈഡഡ് അല്ലെങ്കിൽ ഒരു വൂവൺ ലുക്ക് തന്നെ കിട്ടുന്നു. ത്രെഡ് ചൂസ് ചെയ്യുമ്പോൾ കോൺട്രാസ്റ്റ് കളറാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് 2 കളർ എഫക്റ്റ് നമുക്ക് ഒരു സൂപ്പറായിട്ട് കാണാം. ത്രെഡ് ടൈറ്റ് ആക്കാതെ സെയിം ഡയറക്ഷനിൽ വീവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. റണ്ണിങ് സ്റ്റിച്ചിങ് തന്നെ ഇനിയും ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. ആ വേരിയേഷൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ലാസ്റ്റ് എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്തെടുക്കുക.